الحمد لله نعمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന അവൻ്റെ സ്വാലിഹായിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്ക് ധാരാളം അവയവങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഹൃദയം. നമുക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവും ശേഷിയുമുള്ളതായിരിക്കുന്ന ഹൃദയം തന്നത്. മറ്റെല്ലാവർക്കും ഹൃദയമുണ്ട്, അത് ആമാംസക്കട്ടയാണ് എല്ലാ ജീവികൾക്കും. പക്ഷേ നമ്മളത് സ്വയം പര്യാപ്തമായിരിക്കുന്ന ഹൃദയമാണ്. അതുപോലെ തന്നെ കണ്ണ്, അതുപോലെ തന്നെ ചെവി, കാഴ്ച, ചുണ്ടുകൾ, പല്ല്, നാവ്, ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംസാരമുണ്ടല്ലോ, വായ് കൊണ്ട് സംസാരിക്കുന്ന ഈ കഴിവ് മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ല. അത് നമുക്ക് മാത്രം തന്നതാണ് അള്ളാഹു. എല്ലാ കാര്യ വിനിമയം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സ്വയം പര്യാപ്തമായിരിക്കുന്ന ഒരവയവം അള്ളാഹു നൽകിയിട്ടുണ്ട്, സംസാരിക്കാൻ. ഇത് കാരണമാണ് നമ്മൾ എത്രയോ വലിയ നമ്മളെക്കാട്ടി വലിയ ജീവികളെ അടക്കി ഭരിക്കാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഈ നാവ് ചിലപ്പോൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും, ചിലപ്പോൾ അത് സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഒരിക്കൽ വഹദ് യുദ്ധത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഹദ് യുദ്ധത്തിൽ ഒരാൾ മരിച്ചു പോയിരിക്കുന്നു. ഉസ്തഷീദ റജുലുൻ മിന്നാ യൗമ യുഹദിൻ, ഒരാൾ ഷഹീദായി വഹദ് യുദ്ധത്തിൽ. ഫവജദ അലാ ബത്നി സഖറത്തൻ മർബൂത്തൻ,
അയാൾ ഷഹീദായി കിടക്കുന്ന ആ കിടത്തത്തിൽ അയാളെ പള്ളിയിൽ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്, വിശപ്പ് കാരണം. ആ വിശപ്പടക്കമാണ് അയാൾ യുദ്ധം ചെയ്തത്. എന്നിട്ടാണ് അയാൾ ഷഹീദായത്. ഫമസത്ത് ഉമ്മു തുറാബ് അലാവുജി, ഇയാൾ മരിച്ച് ഷഹീദായി കിടക്കുന്ന കാണുമ്പോൾ ഇയാളെ ഉമ്മയുണ്ടായിരുന്നു യുദ്ധത്തിൽ. ഓടി വന്ന് ഉമ്മ ഈ മകൻ്റെ മുഖത്തിലെല്ലാം മണ്ണ് പരണ്ടിട്ടുണ്ടായിരുന്നു, ചളി പരണ്ടിട്ടുണ്ടായിരുന്നു. അതല്ല നീക്കി. എന്നിട്ട് കാലത്ത് ഉമ്മ പറഞ്ഞു, ഹനിയല്ല കയാ ബുനയ്യ അൽ ജന്ന, ഹനിയല്ല കയാ ബുനയ്യ അൽ ജന്ന, നീ സന്തോഷിച്ചു കൊള്ളുക, നിനക്ക് സ്വർഗമുണ്ട് മോനെ. ഉമ്മ മരിച്ച വേദനയല്ല, മകൻ ഷഹീദായ വേദനയല്ല, നിനക്ക് സ്വർഗമുണ്ട് മോനെ, നിനക്ക് ജന്നം കിട്ടും മോനെ. ഹനിയല്ല കഫിൽ ജന്ന. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനിടയായി. എന്നിട്ട് പറഞ്ഞു, ഒമായതിരീക്ക ഒമായുദീക്ക ലഅല്ലഹു, നീ എന്താണ് വിചാരിക്കുന്നത്? ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനി, അവൻ ആവശ്യമില്ലാത്തത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലോ, ആവശ്യമില്ലാത്ത എന്തെങ്കിലും പളക്കവൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഒമാല ഒയംനവു മാലായംനവു, അവനിക്കൊരു ഉപദ്രവമില്ലാത്ത വസ്തുവിനെ ആർക്കെങ്കിലും അവൻ തടഞ്ഞിട്ടുണ്ടെങ്കിലോ, നീ എങ്ങനെ അവനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറയുന്നത്? ആവശ്യമില്ലാത്ത ഒരു വാക്കവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനിക്ക് ഉപദ്രവമൊന്നുമില്ല, എന്നിട്ടും അതിലെ വഴി നടക്കാൻ വിട്ടിട്ടില്ല. ഓനാ മനുഷ്യൻ അതിലെ പോയാൽ അയാൾക്ക് ഒന്നും ബുദ്ധിമുട്ടാവില്ല. എന്നാൽ ഈ ജാഗയിലെ നിങ്ങൾ പോകണ്ടെന്ന് പറയും, ഇതിലേ നിങ്ങൾ പോകണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാക്കും. ഓനിക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഓൻ തടഞ്ഞിട്ടുണ്ടാവില്ലെങ്കിൽ ഓനിക്ക് സ്വർഗം കിട്ടൂല. നീ എങ്ങനെ ഹനിയല്ലക്കം ഫിൽ ജന്ന എന്ന് മോനിക്ക് പറഞ്ഞത് എന്ന് ഉമ്മാനോട് റസൂലുള്ളാഹി ചോദിക്കും. ഷഹീദാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുമോ? ബദർ യുദ്ധത്തിൽ, അതുപോലെ തന്നെ വഹദ് യുദ്ധത്തിലെ ഷഹീദായ ആളുകൾ വലിയ മർത്തബയുള്ള ആളുകളാണ്. അവർ ഇസ്ലാമിന് വേണ്ടി ജീവൻ തന്നെ കൊടുത്ത ആളാണ്. നമ്മളെല്ലാം തൗഹീദിന് വേണ്ടി നമ്മൾ പള്ളി വേറെയാക്കി, സമൂഹത്തിൽ നിന്നല്ല വേറെയായി അത്രേ ചെയ്തിട്ടില്ല. അവർ അങ്ങനെയല്ല. ആ തൗഹീദിൻ്റെ പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഷഹീദായത്. അയാൾക്ക് ഉമ്മ പറഞ്ഞ്, നിനക്ക് സ്വർഗമുണ്ട് വനയ്യല്ല കഫിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട് വേനെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മാനോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്താ പറഞ്ഞത്? ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനി, ആവശ്യമില്ലാത്ത എന്തെങ്കിലും പളക്കവൻ പറഞ്ഞിട്ടിക്കോ, ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒടിഞ്ഞിട്ടിക്കോ, അവൻ ആവശ്യമില്ലാത്ത പളക്ക പറഞ്ഞിട്ടിക്കോ, അവനിക്ക് സ്വർഗമുണ്ടെന്ന് നീ എങ്ങനെ ചെന്നത്? അപ്പം നാവ് കൊണ്ടുണ്ടാകുന്ന വാക്ക് ഷഹീദിൻ്റെ മർത്തബ പോലും ഇല്ലാതാക്കി കളയും. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഷഹീദിൻ്റെ മർത്തബ പോലും ഇല്ലാതാക്കി കളയും. സഹോദരന്മാരെ, നാവ് നമ്മൾക്ക് സംസാരിക്കാൻ അല്ലാഹു തന്നതാണ്, അത് നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ നല്ലതിന് മാത്രം പറയണം, നല്ലത് മാത്രം പറയണം. ഞാൻ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടാവുക, ഞാൻ നിങ്ങളോട് ദേഷ്യം പിടിക്കാൻ പാടില്ല. ദേഷ്യം പിടിച്ചാലും ദേഷ്യം തണുക്കുമ്പോൾ അയാൾ നന്മയിൽ വർത്തിക്കണം. നാവ് കൊണ്ട് അത് ഇരുതല മൂർച്ചയുള്ള ഒരു കത്തി പോലെയാണ്. അതുകൊണ്ട് നല്ലത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും, തിന്മയും ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്വർഗം സമ്പാദിക്കാൻ സാധിക്കും, അതുകൊണ്ട് നരകത്തിലേക്ക് പോകാനും സാധിക്കും. നാവ് വളരെയധികം മൂർച്ചയുള്ളൊരു കത്തി പോലെയാണ്. ചെറുങ്ങനെ ഒരു ശരീരത്തിൽ നിങ്ങൾ വെട്ടിയിട്ടോ എന്തെങ്കിലും ആക്കിയിട്ടോ ഒരു മുറിവ് വന്നാൽ അത് കൂട്ടാൻ സാധിക്കും. ചിലപ്പോൾ ചില വാക്കുകൾ അത് മരിക്കുന്നത് വരെ വിട്ടാൻ കഴിയില്ല. ചില കുടുംബത്തിൽ നിങ്ങൾ കാണാം, മോനെ വീട്ടിൽ കയറ്റണ്ടെന്ന് പറയും ഉപ്പ. അങ്ങനെ പറയല്ല, ഓനാ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ഞാൻ മരിക്കോളം മരിക്കൂല, പറക്കൂല, എൻ്റെ മയ്യത്ത് പോലെ ഓൻ നോക്കാൻ പാടില്ല പറയുന്ന ഉപ്പമാരുണ്ട് അല്ലേ? ചില മക്കള്, ഞാൻ ഉപ്പാൻ്റെ മയ്യത്ത് നോക്കൂല, ഉപ്പാക്ക് പൈസ അയച്ചു കൊടുക്കൂല, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആളാന്ന് ഉപ്പ അല്ലേ പറയുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നുണ്ട്, കുടുംബം തകർക്കപ്പെടുന്നുണ്ട് അല്ലേ? രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പിന്നെ ഇറാഖ് അധിനിവേശനം എന്താ കാരണം?
ഇറാഖിനെ സദ്ദാം ഹുസൈനെ എല്ലാം കൊല്ലാനുള്ള കാരണം എന്താ ആലോചിച്ചിട്ടുണ്ടോ? അറബികളുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് സദ്ദാം ഹുസൈൻ കുവൈത്തിലെ രാജാവിനെ പച്ചക്ക് തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു. സദ്ദാമിനോട് പറഞ്ഞ് നീ അയാളോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, കുവൈത്ത് എൻ്റെ രാജ്യമാണെന്ന് പറയും, കുവൈത്തിനെ അയാൾ പിടിച്ചെടുത്തു, മാപ്പ് പറഞ്ഞില്ല. ലോകത്തിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും പറഞ്ഞു നീ അയാളോട് മാപ്പ് പറയണം, അയാളെ രാഷ്ട്രത്തെ അയാൾക്ക് കൊടുക്കണം. കേട്ടില്ല, സദ്ദാം കേട്ടില്ല. ഇന്ന് സദ്ദാമാവട്ടെ, സദ്ദാമിൻ്റെ മക്കളാവട്ടെ, ആരും ദുനിയാവിൽ ബാക്കിയില്ല. ആ കുടുംബത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്താ കാരണം? ഒരു മീറ്റിങ്ങിൽ അപലക്ഷണമായിട്ട് സംസാരിച്ചത്. അതാണ് ഇമാം ഷാഫി നാവിനെക്കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഒരു ബൈത്ത്. യഹ്ഫള് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ ബലദഗന്നക ഇന്നഹു ശഅബാനു. യഹ്ഫള് ലിസാനക, മനുഷ്യ നിൻ്റെ നാവിനെ നീ സൂക്ഷിക്കണം. അയ്യുഹൽ ഇൻസാനു, മനുഷ്യ നിൻ്റെ നാവിനെ നീ സൂക്ഷിക്കണം. ലാ ബലഗന്നക ഇന്നഹു ശഅബാനു. ആ നാവുണ്ടല്ലോ, അത് ഒരു മൂർഖം പാമ്പാണ്, സർപ്പമാണ്. എപ്പോഴാണ് നിന്നെ തിരിഞ്ഞു കൊത്തുന്നത് എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് നാശമുണ്ടാക്കുന്നത് എന്നറിയില്ല, എപ്പോഴാണ് നിന്നെ അത് നശിപ്പിക്കുന്നത് എന്നറിയുന്നില്ല. കമ്മിൻ മഖാബിരിൻ മിൻ ഖത്ലി ലിസാനിഹി, എത്ര ആളുകളാണ് ഖബർസ്ഥാനിൽ കിടക്കുന്നത് ഈ നാവ് കാരണമായിട്ട് യുദ്ധം ചെയ്തു, ഈ നാവ് കാരണമായിട്ട് കൊന്നുകളഞ്ഞു. ചീത്ത പറഞ്ഞ് അവൻ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയതാ. പിന്നെ അവൻ്റെ ആ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, തിരിച്ചൊരു അടി കൊടുത്തു, മരിച്ചുപോയി. അല്ലേ? എത്ര ആളുകൾ നാവ് കൊണ്ട് കൊല്ലപ്പെട്ട എത്ര ആളുകളാണ് ഖബർ. കാനത്ത് സിഹാബുലഖർനി, വലിയ വലിയ മഹാന്മാർക്ക് പോലും എന്താക്കാൻ സാധിച്ചില്ല, ഈ നാവിനെ സൂക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. നാവ് കാരണമായിട്ട് വലിയ വലിയ കൊലകൾ നടന്നിട്ടുണ്ട്, എത്ര തലാക്കുകൾ, എത്ര കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. എന്താ കാരണം? മകൻ പറയേണ്ട വാക്ക് വാപ്പോനോട് പറഞ്ഞ പോലെ പറയാൻ പാടില്ല. എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ്. എത്ര വലിയ സംഭവം! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് പോയിരുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ സാധാരണ സഹാബികൾ അവരുടെ ഭാര്യന്മാരെയും ചില ആളുകളെ കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കൂട്ടിയിട്ട് പോയത് ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അത് ആ യുദ്ധം നടന്നത് മക്കത്തിൻ്റെ അടുത്ത് ജിദ്ദയിൽ വെച്ചിട്ടായിരുന്നു. യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. യുദ്ധവുമായിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് തമ്പടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിൻ്റെ തമ്പിൽ നിന്ന് ഇറങ്ങി ഒരു വെളിക്കിറങ്ങാൻ വേണ്ടിയിട്ട് റണ്ടിന് വേണ്ടിയിട്ട് പോയി. മടങ്ങി വരുമ്പോഴേക്ക് സഹാബികളെല്ലാം പോയിട്ടായിരുന്നു. ആയിഷ ബീബി ഒറ്റക്ക് പോയെന്ന വഴിക്ക് ആയിഷ ബീബി റളിയല്ലാഹു അൻഹവിൻ്റെ മാല വീണുപോയി. മടങ്ങി വരുമ്പോൾ അത് പരിധി കുറച്ച് സമയം പോയി. അപ്പോഴാണ് മടങ്ങി വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അതെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കുതിരയുമില്ല, ഒട്ടകവുമില്ല, ആളുകളുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഒരു മരത്തിൻ്റെ അടിയിൽ അടയിരുന്നു. അള്ളാഹു മതി എനക്കെന്ന് പറഞ്ഞു. യുദ്ധത്തിന് പോയി കഴിഞ്ഞിരുന്നാൽ യുദ്ധം സഹാബികളും കുതിരയല്ല പോയിന്ന റസൂലിൻ്റെ ഒരു പതിവായിരുന്നു. അവസാനം ഒരാളെ നിയോഗിക്കും, നീ ഞങ്ങളെല്ലാം പോയതിൻ്റെ ശേഷം ഞങ്ങൾ വെയിൽ കൂടിയിട്ടേ വരാവൂ. എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടോ, എന്തെങ്കിലും നശിച്ചു പോയിട്ടുണ്ടോ, ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ. അത് ആ യുദ്ധത്തിൽ ഏൽപ്പിക്കപ്പെട്ടത് ആരെയാണെന്ന് പറഞ്ഞാൽ സഫ്വാൻ ഇബ്നു മുഅത്തലി എന്ന് പറഞ്ഞ സഹാബിയായിരുന്നു. അയാൾ മൂത്തത്തെ യുദ്ധത്തിലെല്ലാം പങ്കെടുത്ത ആളാണ്. അയാളുടെ ഖബർ ഇന്ന് നിൽക്കുന്നത് അർമീനിയയിലാണ്. അർമീനിയയിൽ ഒരു യുദ്ധം ചെയ്തിട്ടുണ്ട് അയാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം മഹാനായിരിക്കുന്ന ഒരു സഹാബിയായിരുന്നു. ആ സഹാബി കുതിരയിങ്ങനായിട്ട് വരുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ഉറങ്ങുന്ന കാണുന്നു. അവിടെ കുതിരനെ മുട്ടുകുത്തിച്ച് അദ്ദേഹം ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹവിനെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ പറഞ്ഞു. അയാൾ ഒട്ടകത്തിനെയും പിടിച്ച് മദീനയിലേക്ക് വന്നു.
മദീനയിലെ സാധാരണ ഒരു 10-11 മണി പകലാകുമ്പോഴേക്ക് എത്തിയേ. റാബികളെല്ലാം രാവിലെ എത്തിയിരുന്നു. ആ ഒട്ടകത്തിൻ്റെ പുറത്ത് സഫ്വാൻ മുഅത്തൽ കുളിച്ചിങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ പറഞ്ഞു, കണ്ടോ, റസൂലിൻ്റെ പ്രവാചകൻ്റെ ഭാര്യയാണ്, രാത്രി എവിടെയോ രണ്ടുപേരും ഒത്തുകൂടിയിട്ട് പകല് വരികയാണ്. രാത്രി 2 സഫ്വാൻ ഇബ്നു മുഅത്തലും ആയിഷ റളിയല്ലാഹു ഒന്നിച്ചു വരുന്നു എന്ന് പറഞ്ഞ് ഉണ്ടാക്കി. വലിയ പ്രശ്നമായത്. അള്ളാഹുവിൻ്റെ റസൂല് ആയിഷ ബീവിനെ കാണാൻ പോവും, രാത്രി താമസിക്കില്ല അവിടെ. ഇങ്ങനെ ആയി എന്താ സംഭവം എന്നറിയുന്നില്ല. അപ്പോഴാണ് അറിയുന്ന ആയിഷ ബീവിൻ്റെ മുകളിൽ വ്യഭിചാര ആരോപണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്ന പരിശുദ്ധ ഖുർആനിൽ, ഇത് തൽഖൂന ബി അൽസിനത്തിക്കും വതഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽമും വതഹ്സബൂനഹു അയ്യനൻ വഹു ഇൻദല്ലാഹി അലീം. ഇത് തൽഖൂന ബി അൽസിനത്തിക്കും, നിങ്ങളെ നാവ് ഏറ്റെടുത്ത സംഗതി എന്താണെന്നറിയുമോ നിങ്ങൾ? വതഖൂലൂന ബി അഫ്വാഹിക്കും, നിങ്ങളെ വായി കൊണ്ട് അത് ആവർത്തിക്കുന്നു. അവൻ പറഞ്ഞു, റസൂല് പറഞ്ഞു, അയാൾ പറഞ്ഞു, മറ്റാൾ പറഞ്ഞു എന്ന് കളവിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നു നിങ്ങൾ. എന്നിട്ടല്ല മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, അതിനെക്കുറിച്ച് ഒരറിവും നിങ്ങൾക്കില്ല. അയാൾ പറഞ്ഞതാ. ആ വീട്ടിൽ വ്യഭിചാരം നടക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞതാ. എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നാട്ടുകാരെല്ലാം അറിഞ്ഞു. പറയാൻ പാടുണ്ടാ? ഒരു പെണ്ണ് വ്യഭിചരിക്കുന്ന കണ്ടിരുന്നാൽ 4 സാക്ഷികളില്ലാതെ പറയാൻ പാടില്ല. അതിന് 4 സാക്ഷികൾ ഹാജരാക്കണം, ഇല്ലെങ്കിൽ അയാൾ പറയാൻ പാടില്ല. പറഞ്ഞു, നാട്ടിലെല്ലാം പരത്തി. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിന് ആയത്തിറക്കി വൈദ്യു തൽഖൂന ബി അൽസിനത്തിക്കും, നിങ്ങളെ നാവ് എന്ത് ഏറ്റെടുത്തിട്ടാണ് പറയുന്നത്? വതഖൂലൂന ബി അഫ്വാഹിക്കും, നിങ്ങളെ വായി കൊണ്ട് അത് പറയുന്നു. മാ ലൈസ ലക്കും ബി ഇൽമി, നിങ്ങൾക്കതിനെക്കുറിച്ച് അറിവുമില്ല. വതഹ്സബൂനഹു ഹയ്യിനം, നിങ്ങളത് ചെറിയ നിസ്സാര, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു പോയതല്ലേ, ഒരു ചെറിയ വാക്ക് പറഞ്ഞതല്ലേ ആയിഷ ബീവിനെ കുറിച്ചിട്ട്. ആയിരിക്കും പകല് 2 ആളും ഒന്നായിട്ട് വരുന്ന കണ്ടു, അവരൊരു പക്ഷെ രാത്രി ഒന്നായിട്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയതല്ലേ, നിസ്സാരമായിട്ട് പറയുന്നു. ഓഹ് ഇൻദല്ലാഹി അലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വണ്ണമായിരിക്കുന്ന സംഗതിയാണ്, അത് ചെറിയ സംഗതിയല്ല. എന്നിട്ട് മുഅ്മിനീങ്ങളോട് അള്ളാഹു ചോദിക്കുന്നു, വലൗലാ ഇദ് സമഅ്തുമുഹു, ഈ വാക്ക് കേട്ടപ്പോൾ ഖുൽതും മാ യകൂന ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ദാ ബുഹ്താനുൻ അലീം, നിങ്ങളെന്തേ പറഞ്ഞില്ല? ഒരു മൂമിനായിരിക്കുന്ന, ഞങ്ങളെ പ്രവാചകനായിരിക്കുന്ന ആയിഷ ബീവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഞങ്ങളിത് പറയാൻ തയ്യാറില്ല. മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക, അല്ലാഹു പരിശുദ്ധനാണ്, അദാ ബുഹ്താനുൻ അലീം, ഇത് പച്ചക്കള്ളമാണെന്നേ നിങ്ങൾ പറഞ്ഞില്ല. മുഅ്മിനീങ്ങളുടെ സ്വഭാവം പിന്നെ എങ്ങനെ വേണമെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളൊരു മുഅ്മിനിനെ കുറിച്ച്, അയാൾ ഇന്ന സാധനം കണ്ടിട്ടുണ്ട്, അയാൾ ആ വീട്ടിൽ പരമോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രാത്രി എന്ന് നമ്മൾ കണ്ടാൽ അത് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഞങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ല. അയാൾ ഞങ്ങളെ പള്ളിയിൽ നമസ്കരിക്കുന്ന ആളാണ്, ഞങ്ങളെ പള്ളിൻ്റെ പ്രസിഡൻ്റാണ്, ഞങ്ങളെ പള്ളിൻ്റെ ഇമാമാണ്, അയാൾ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് മുഅ്മിന് പറയേണ്ടത്. വലൗലാ ഇദ് സമഅ്തുമാ ഖുൽതും, നിങ്ങൾ എന്താ പറയാതിരുന്നത്? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. സുബ്ഹാനക, അല്ലാഹു പരിശുദ്ധനാണ്, ഹാദാ ബുഹ്താനുൻ അലീം, ഇത് പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നത്. എന്തേ നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല? മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് പറയേണ്ടത്. മുസ്ലിമീങ്ങളെ വാക്കെങ്ങനെ ആയിരിക്കണം? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ, നിങ്ങൾ പറയണം, ഖൗലൻ ശദീദൻ, നല്ല വാക്കുകൾ. അന്നാലി സഹലക്കും അഅമാലക്കും, നിങ്ങളെ പ്രവർത്തികളെല്ലാം ഞാൻ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ ഞാൻ പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആര് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അയാൾ വലിയ വിജയത്തിലാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നല്ല വാക്ക് പറയണം, നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം, നല്ലത് മാത്രമേ പറയാവൂ. എന്നാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും, നമ്മളെ കാര്യങ്ങൾ നന്നാക്കി തരും.
നമ്മൾക്ക് വലിയ വിജയം അല്ലാഹു ഫൗസൻ അലീമ എന്ന് ഖുർആൻ വർണ്ണിച്ച ആ വിജയം നമ്മൾക്ക് അല്ലാഹു തരും. ആ വിജയം എന്താണ്? അത് സ്വർഗമാണ്. അത് കിട്ടും നമുക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ നാവിനെക്കുറിച്ച് ഷാഫി ഇമാം പറഞ്ഞതുപോലെ പാമ്പാണ്, സർപ്പമാണത്. എപ്പോഴാണ് നമ്മളെ നശിപ്പിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഓരോ കാര്യങ്ങളും. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം, അബൂദർ ഗോത്രക്കാരൻ്റെ നേതാവായിരിക്കുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. അവർ 2-3 സഹാബികളും ഈ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ബിലാൽ ബിൻ റബാഹ എന്ന് പറയുന്ന സഹാബിയും ഉണ്ടായിരുന്നു. അവർ എന്താക്കിയെന്നറിയോ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അബൂദർ റളിയല്ലാഹുവിൻ്റെ കോപം വന്നു. അത് ഹദീസിൽ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും കോപിച്ചു, ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, ഫീ സൗറത്തിൽ വളവി, ദേഷ്യത്തിൻ്റെ ഗട്ടിയിൽ പറഞ്ഞു. കാല അബൂദർ ബിലാലിൻ, ബിലാലിനോട് അബൂദർ പറഞ്ഞു, ഇബ്നു സൗദ, ഏ കർത്തോൻ്റെ മോനെ, ഏ കർത്തോളെ മോനെ. ബിലാൽ റളിയല്ലാഹു അൻഹു നീഗ്രോ, അടിമയാണ്. ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ പേര് ഹമ്മാമി എന്നാണ്. അവർ മക്കയിൽ വന്ന് താമസിച്ചതാണ് അടിമയായിട്ട്. ഖുറൈശി ഗോത്രത്തിൻ്റെ അടിമയായിട്ട് താമസിച്ച് ആട് നോക്കുന്ന ആളായിരുന്നു. ആ ബിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചു, റസൂലിൻ്റെ കൂടെയായി. ഹിജ്റ മദീനയിലേക്ക് വന്നു. മദീനയിൽ വെച്ചാണ് ഈ സംഭവം. ഈ യുദ്ധത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പം അബൂദർ ഗഫാർ പറഞ്ഞതിനെതിരായിട്ട് പറഞ്ഞു. അപ്പോൾ അബൂദറിന് ഗഫാർ വന്നു, തഗാലബ, ദേഷ്യം വന്നു, വതസാബ, ചീത്ത പറഞ്ഞു, ഫി സൗരത്തിൽ ഗളബി, ദേഷ്യത്തിൻ്റെ കടിക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ ഇബ്നു സൗദ, ഏ കർത്തോള മോളെ. വേറൊന്നുമല്ല, ഉമ്മ കർത്തിട്ട, അയാളും കർത്തിട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, ഏ കർത്തോൻ്റെ മോളെ എന്ന് പറഞ്ഞു. അത് അറബികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബേജാറിൻ്റെ ഒരു വാക്കാണ്. എൻ്റെ ഉമ്മാനെ പറഞ്ഞല്ലോ. നമുക്കും അങ്ങനെയല്ലേ, നമ്മൾ പറയും, നീ എൻ്റെ ബാപ്പാനെ പറഞ്ഞാൽ ഞാൻ വിടൂല, നീ എൻ്റെ ഉമ്മാനെ പറഞ്ഞാൽ ഞാൻ വിടൂല എന്നല്ലേ നമ്മൾ പറയാം. ദേഷ്യം വന്നാൽ നമ്മളെന്ത് പറഞ്ഞാലും ആവും, നമ്മളെ ബാപ്പാനെ പറയാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല, അല്ലേ? നമ്മളെ ഉമ്മാനെ പറയാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനും അത് സംബന്ധിച്ചു. എൻ്റെ ഉമ്മാന യാ ഇബ്നു സൗദ എന്ന് പറഞ്ഞു. ഫശക്കാ ബിലാൽ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് ശക്കായത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അബൂദർ ഗഫാർ എൻ്റെ ഉമ്മാനെ പറഞ്ഞു റസൂലേ. ഫശക്കാ ബിലാൽ ഇല നബി സല്ലല്ലാഹു ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ ദർ. അപ്പോൾ അബൂദറിനെ കണ്ടില്ല, അപ്പം കൂടെ ഉണ്ടായിരുന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂദർ മദീന പള്ളിയിലേക്ക് വന്നു. അഅ്ബർതുഹു ബി ഉമ്മിഹി, അബീദറിനെ വിളിച്ചു, യാ അബീദർ അഅ്ബർതുഹു ബി ഉമ്മിഹി, നീ ബിലാലിൻ്റെ ഉമ്മാനെ പറഞ്ഞോ? ഇന്നക ഇംറുഉൻ ഫീക്കൽ ജാഹിലിയ, നിന്നെടുക്ക ജാഹിലിയത്ത് തീർന്നിട്ടില്ല അല്ലേ? നീ ജാഹിലിയത്ത് നിന്നാ ഇസ്ലാമിലേക്ക് വന്നത്, അത് തീർന്നിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. നിന്റെ ജാഹിലിയത്ത് നിനക്ക് തീർന്നിട്ടില്ല അല്ലേ അബൂദർ? നീ മതിയാക്കിയിട്ടില്ല നിന്റെ, നീ അങ്ങനെ പറയാൻ പാടുണ്ടാ? മൂമിനായാൽ പിന്നെ, മൂമിനായ പിന്നെ ഇബ്നു സൗദ എന്ന് ബിലാലിൻ്റെ ഉമ്മാനെ പറയാൻ പാടുണ്ടാ? നീ നിന്റെ ജാഹിലിയത്ത് മാറിക്കിട്ടില്ല അല്ലേ? അബൂദർ ഗഫാറിന് ദേഷ്യം തണുത്തു, ബേജാറായി, വിഷമമായി. അബൂദർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞാണിക്ക ഓടി ബിലാലിൻ്റെ വീട്ടിൽ പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിൽ നിന്നും ബിലാൽ വരുന്നതായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, നിലത്തിങ്ങനെ കിടന്നു, കവിളിങ്ങനെ ചരിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ബിലാൽ ലാ അർഫഉ ഖദ്ദി അത്താദറ അലാ തഖ്താഉ ബിരിജ്ലിക, എൻ്റെ ഈ കവിളിലേക്ക് നിൻ്റെ കാല് വെക്കുന്നത് വരെ ഞാൻ ഈ കവിള് നിൻ്റെ ബൈയിൽ നിന്ന് എടുക്കൂല. ബൈയിലിങ്ങനെ അഡ കിടന്നിട്ട് പറയാ, ഞാൻ നിൻ്റെ ഉമ്മാനെ പറഞ്ഞു പോയില്ലേ, അതിന് ശിക്ഷയായിട്ട് എനക്ക് മാഫായിട്ട് ബിലാലേ ഞാൻ എൻ്റെ കവിളിലേക്ക് ചവിട്ടണം, എന്നാലേ ഞാൻ ഈ കവിള് നിന്നെ ഇതിലെ പോകാൻ വിടുള്ളൂ. അപ്പം ബിലാലിൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു. ബിലാൽ മെല്ലെ കുനിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ അബൂദർ കൈഫ യഖൂലു, ഞാൻ എങ്ങനെയാണ് നിന്റെ കവിളിൽ കാല് വെക്ക? ഈ മുഖം കൊണ്ടല്ലേ എൻ്റെ അള്ളാഹുവിന് നീ സുജൂദ് ചെയ്തത്?
ഈ അള്ളാഹുവിന് സുജൂദ് ചെയ്ത മുഖത്ത് ഞാനെങ്ങനെ കാല് വെക്കും? എന്നിട്ട് ബിലാലിൻ്റെ ഗഫാറിൻ്റെ 2 ചുമലിനും ബിലാൽ പിടിച്ചു, പൊന്തിച്ചു, നെഞ്ഞിലേക്ക് കൂട്ടിവെച്ചു. 2 ആളും കരഞ്ഞു. നിന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ കാല് വെക്കും? എനിക്ക് ചെയ്യാൻ കഴിയുമോ? ഏയ് കവിള്, നീ മുമ്പ് അള്ളാഹുവിൻ്റെ മുമ്പിലല്ല വെച്ചത്. എന്തൊരു ബന്ധം അത്, എന്തൊരു സഹോദര്യമാണ്. നമ്മളെന്താ ചെയ്യുക? ഓ പറഞ്ഞു എൻ്റെ ഉമ്മാനെ, ഓനെ നമ്മളെ മെമ്പറായിട്ട് എടുക്കാൻ പാടില്ല, ഓനെ ഞാൻ വിടില്ല, ഞാൻ കേസ് കൊടുക്കും, എൻ്റെ അടിക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും, അല്ലേ? നമ്മളെ സ്വഭാവം അങ്ങനെയല്ല. ഗഫാർ എന്താ ചെയ്തത്? ആ ഇബറത്താ, നീ അങ്ങനെ പറഞ്ഞോ ഗഫാർ? എന്നിട്ട് ചോദിച്ചു, എന്താ ചോദിച്ചേ? നീ ജാഹിലിയത്തിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? ഗഫാറിന് മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ളത്. മാപ്പ് ചോദിച്ചു. മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് വേണ്ടത്. വായിൽ ചിലപ്പോൾ തെറ്റ് വന്നു പോവും. അപ്പോൾ തന്നെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കണം. ആരെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ തെറ്റ് വന്നതെങ്കിൽ ആ വ്യക്തിയോടും മാപ്പ് ചോദിക്കണം. എന്നിട്ട് പറയണം, നിങ്ങൾ എൻ്റെ പാപം പുറത്തു തരാൻ വേണ്ടിയിട്ട് എൻ്റെ അള്ളാഹുവിനോടൊന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളെ പറഞ്ഞില്ലേ, നിങ്ങളെ ഇന്നും ചീത്ത പറഞ്ഞില്ലേ ഞാൻ, അതിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് മാഫാക്കണം. എന്നാലേ അള്ളാഹു പുറത്തു തരികയുള്ളൂ. നാവ് കൊണ്ട് വരാൻ പോകുന്ന വലിയ വലിയ തെറ്റുകൾ നമ്മൾ മനസ്സിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പലപ്പോഴും. അത് ചിന്തിക്കണം, അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഇന്നൽ അബ്ദ, ഒരു മനുഷ്യൻ ലയതകല്ലമു ബികലിമത്തിൻ മിൻ റിദ്വാനില്ലാഹി തആല, അയാൾ ഇങ്ങനെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നല്ല ഇബാദത്ത് ചെയ്തുകൊണ്ടോട്ടും അള്ളാഹുവിനോട് ലാ യുൽഖാലഹ ബാലും, അവനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അള്ളാഹുവിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു. യർഫഉല്ലാഹു ബിഹാ ദറജാത്തിൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അയാൾ എത്തുന്നു. വഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ മിൻ അഖ്തില്ലാ, മറ്റൊരാൾ അയാൾ നല്ല ഇബാദത്ത് എടുക്കുന്ന ആളാണ്, കുറേ ഇബാദത്ത് എടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു വാക്ക് ഒരു ദേഷ്യത്തിൽ വന്നുപോയി. ലാ യുലഖാ ബിഹാ ബാലൻ, ഒന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെ ഈ വാക്ക് പറഞ്ഞു പോയാൽ തെറ്റിപ്പോവും, എൻ്റെ അമല് ബാത്തിലായിപ്പോവും, അയാൾക്ക് ദേഷ്യം വരും എന്നൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, ഒരു വാക്ക് പറഞ്ഞു പോയി. യഹി ബി ബിഹാഫി ജഹന്നമ, ആ വാക്ക് കാരണമായിട്ട് അവൻ നരകത്തിലേക്ക് പോവും. ആ വാക്ക് കാരണമായിട്ട് അയാൾ നരകത്തിലേക്ക് പോവും. കാരണം അത്രയും മോശമാണ് നാവ് കൊണ്ടുണ്ടാകുന്നത്, മൂർച്ചയേറിയ വാക്കുകളാണ്. അതുകൊണ്ടിട്ട് എന്ത് വേണം? നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിനോട് നമ്മളെ നാവ് കൊണ്ട് വരുന്ന തെറ്റുകളെ അപ്പം മനസ്സിലാക്കുകയും അത് മാഫ് ചെയ്യുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകും യസ്തുറുൽ ഹദീസ കസർദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാക്ക് പറയുന്നതല്ല, ചവറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. കാന യുഹദ്ദിസു ഹദീസൻ ലൗ അദ്ദഹു ലആദമില്ലാ ഹസാവു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾക്ക് എണ്ണണമെന്ന് വിചാരിച്ചാൽ എണ്ണാൻ സാധിക്കും. വാക്ക് പറയുമ്പോൾ തന്നെ മെല്ലെ സമാധാനത്തിൽ വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള വാക്കുകളാണ്. അങ്ങനെയാണ് മൂമിന് പറയേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, നാവിനെ സൂക്ഷ്മയോടെ നിങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ ഹലാക്കിലേക്ക് കൊണ്ടെത്തിക്കും. ഇന്നർ റജുല യദ്നു മിനൽ ജന്നത്തി ഹത്താ മാ യകൂനു ബൈനഹാ ബൈനഹാ ഇല്ലാ കീദു റംഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ സ്വർഗവും അയാളുമായിട്ട് ഒരു അമ്പിൻ്റെ ഒരു കുന്തത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇടുന്ന അയാൾ ഈ സ്റ്റെപ്പിൽ നിന്ന് അപ്പുറത്തേക്ക് തുള്ളിയ നേരെ സ്വർഗത്തിലേക്കാണ്. അത്ര അടുത്തയാൾ ഇങ്ങനെ നിൽക്കുന്നു. ഫയത്തക്കല്ലമോ, അപ്പോൾ അയാൾ സംസാരിക്കും ബി കലിമത്തിൻ, ഒരു വാക്ക്, ഫയത്തബാഇദു മിൻഹാ അബ്അദു മിൻ സന്നാഹ്, അത് കാരണമായിട്ട് മദീനയിൽ നിന്ന് സന്നാഹ് ഇറാഖിലുള്ള ഒരു സ്ഥലമാണ്, അത്ര ദൂരത്തിലേക്ക് സ്വർഗത്തിൻ്റെ ദൂരത്തിൽ അയാൾ പോയി പോകും. സ്വർഗത്തിൽ നിന്നിട്ട് അത്ര അടുത്തുണ്ടായ ഒരേ കുന്തത്തിൻ്റെ അടുത്തുണ്ടായിരുന്നാൽ ആ വാക്ക് കാരണമായിട്ട് അയാൾ അത്രയും സ്വർഗത്തിൽ നിന്ന് അകന്നു പോവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി.
അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. നാവ് എല്ലാ കാലത്തും നമ്മളെ ശത്രുക്കളായി മാറും. നാവ് ചിലപ്പോൾ നമ്മളേക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആയുധമായിട്ട് മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന റജുല ലാ യതകല്ലിമു ബിൽ കലിമത്തിൻ ബിറിദ്വാനില്ലാഹി തആല മാ കാന യظن അൻ യബ്ലുഗ മാ ബലഗത് ബി കിതാബില്ലാഹി തആല ലഹു ബിഹാ റിദ്വാനുഹു ഇലാ യൗമി യൽഖാഹു. ഒരാൾ ഒരു നല്ല വാക്ക് പറയും, അയാൾ കരുതി കൂട്ടിയിട്ട് പറഞ്ഞതല്ല, ഒരു നല്ല വാക്ക് സംസാരിക്കുമ്പോൾ അയാളെ വായിന്ന് വന്നു. അങ്ങനെ ആ വാക്കിന് അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അയാളെ രേഖപ്പെടുത്തി വെക്കും. ഏതുവരെ? നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. ഇന്നൊരാൾ അള്ളാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന ഒരു വാക്ക് പറയും, മാക്കാനയൊന്ന് അന്തപുലുക. അയാൾ വിചാരിച്ചിട്ടില്ല ഇത് അള്ളാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന വാക്ക് പറയുമ്പോൾ അങ്ങനെ വന്നു പായും. അത് കാരണമായിട്ട് അള്ളാഹു അവൻ്റെ മേലിൽ ദേഷ്യം രേഖപ്പെടുത്തി വെക്കും. ഇലാ യൗമി യൽഖാഹു, നാളെ മഹ്ശറിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസം വരെ. നീ എന്തിനാടോ ഈ വാക്ക് പറഞ്ഞത്, നീ എന്തിനാടോ ഈ വാക്ക് പറഞ്ഞത് എന്ന് അള്ളാഹു നാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നാവ് എന്ന് പറയുന്നത് മഹാമോശപ്പെട്ട ഒരവയവും അതുപോലെ തന്നെ മഹാ അനുഗ്രഹമുള്ള ഒരവയവുമാണ്. അത് ശരിയായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഖുർആനിൻ്റെ ശൈലിയിൽ പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടും, സ്വർഗം നഷ്ടപ്പെടും. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നായിനെ നന്നായി ഉപയോഗിക്കുന്ന അവൻ്റെ ദാസന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെ മകനാണത്. ആ മകൻ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ സൂക്ഷിച്ച് മാത്രമേ പെരുമാറൂ. ഇന്നി ലാ അദ്ഉ കസീറൻ മിൻ കലാമി മുഖാലഫത്തിൽ മുബാഹത്തി. ഞാൻ വാക്കധികം പറയാത്തത് പെരുമ പറച്ചലോ ഉറ്റുപ്രകടനം ആക്കുന്ന വാക്കുകൾ എൻ്റെ വായിന്ന് വന്നു പോകുമോ എന്ന് പേടിച്ചു കൊണ്ടിട്ടാണ് ഞാൻ വാക്ക് പറയുന്നത്, വളരെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മഹാനായിരിക്കുന്ന ഹാത്തിമത്തുൽ അസം എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അയാൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്നി ലഹൈബു അൻ തകല്ലിമ കലിമത്തൻ ഖബല അൻ തസ്തഅദ ജവാബാലില്ലാഹി. ഒരേ ബുദ്ധിമാനായിരിക്കുന്ന ഒരാൾ ഒരു വാക്ക് പറയുമ്പോൾ അയാൾ ആലോചിക്കും, അള്ളാഹു നാളെ ഞാൻ ഈ പറയുന്ന വാക്കിനെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരമാണ് എൻ്റെ അടുക്കെ ഉള്ളത്. ഉത്തരം അയാൾക്ക് കണ്ടെത്തിയാൽ മാത്രമേ അയാൾ ആ വാക്ക് പറയുകയുള്ളൂ. നാളെ അള്ളാഹു ചോദിച്ചാൽ ആ വാക്കിനെക്കുറിച്ച് എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കെ മറുപടി പറയാൻ സാധ്യമല്ല എന്ന് കണ്ടിരുന്നാൽ അയാൾ ആ വാക്ക് പറയാതെ കണ്ട് മടക്കി വെക്കും, വായിൽ മുടക്കി വെക്കും. അപ്പം മൂമിനീങ്ങൾക്ക് പറയാൻ പറ്റുന്ന വാക്കേ പറയാൻ പാടുള്ളൂ. തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടാവും, തെറ്റ് നമ്മളടുക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും മൂമിനാണോ നിങ്ങൾ ആ തെറ്റിനെ പരസ്യമാക്കാതെ കണ്ട് അയാളെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ കണ്ട് സംരക്ഷിക്കേണ്ടത് മൂമിനിൻ്റെ ബാധ്യതയാണ്. നമ്മൾക്ക് പറയാൻ പറ്റുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ചോദിച്ചു, നിൻ്റെ നാവിന് എത്ര പൂട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, 2 പൂട്ട് റബ്ബേ, ഒന്ന് എൻ്റെ ശഫത്തേന് 2, ഒസിനാനി എൻ്റെ പല്ലും. എന്നിട്ട് നിൻ്റെ ആ സംസാരത്തിന് നിർത്താൻ കഴിയുന്നില്ലല്ലോ, നാവിനിക്കും നിൻ്റെ പല്ലിനിക്കും എന്ന് റസൂല് പറഞ്ഞു. അപ്പം നീ അങ്ങനെ സംസാരിക്കണ്ട, അങ്ങനെ പറകറാന്ന് സംസാരിച്ചു കൊണ്ടിരിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഉപദേശിക്കുകയുണ്ടായി. അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നാളെ മഹ്ശറിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ഇവിടെ ഭൂമിയിൽ വെച്ചിട്ടും ആരാണ് എന്ന് ചോദിച്ചാൽ
ഹുസ്നുൽ ഖൽക്ക്, നല്ല സ്വഭാവമുള്ള ആളുകളാണ്. എനിക്കേറ്റവും ഇഷ്ടം ദുനിയാവിൽ വെച്ച് നാളെ മഹ്ശറയിൽ എൻ്റെ അടുക്കെ ഉണ്ടാകുന്നത്, എൻ്റെ കൂടെ ഉണ്ടാകുന്നത്, ദുനിയാവിൽ വെച്ച് മനുഷ്യരോട് നല്ല സ്വഭാവത്തിൽ ആരാണോ പെരുമാറിയത് അവരായിരിക്കും. അഹങ്കാരമില്ലാത്ത വ്യക്തി, ഞാൻ പള്ളിൻ്റെ പ്രസിഡൻറ്റ്, ഞാൻ ഖുതുബാക്കുന്ന ആൾ, ഞാൻ ഇവിടുത്തെ ഇമാമ് എന്നല്ല വിചാരിക്കുന്ന അഹങ്കാരത്തോടെ ചിന്തയില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ മനുഷ്യരോട് ചെറിയവനായിരുന്നാലും വലിയവനായിരുന്നാലും അവനോട് നല്ല വാക്ക് പറയുന്നവർ, അവനാണ് എൻ്റെ കൂടെ നാളെ മഹ്ശറയിൽ ഉണ്ടാകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയിരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, നമ്മളെ നാവ് കൊണ്ട് നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം ഇന്ത്യയിലുണ്ടായ ധാരാളം വർഗീയ കലാപങ്ങൾ ചില വാക്ക് കാരണമാണ്, ചില പ്രസംഗം കാരണമാണ് ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വാക്കുകൾ ശരിയായിട്ട് ഉച്ചരിക്കണം, ശരിയായിട്ട് മാത്രമേ പറയാവൂ. ശരിയായ വാക്ക് നമുക്ക് പറയാൻ അവസരമില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലയസ്മുത്. നിങ്ങൾക്ക് അള്ളാഹുവിനും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, നിങ്ങൾ നല്ലത് മാത്രമേ പറയാവൂ. അത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല, ഔ ലയസ്മുത്, മുണ്ടാതിരിക്കുക. അതിൽ നിങ്ങൾ കൂടിയേ വേണ്ട, മുണ്ടാതിരുന്ന് കളയാം. എന്നിട്ട് നിങ്ങളുടെ സൽസ്വഭാവത്തെ എന്താക്കണം? നിങ്ങളെ നേരായ സ്വഭാവത്തെ നിങ്ങൾ നിലനിർത്തണം. നാവ് കൊണ്ട് ചീത്ത സ്വഭാവങ്ങൾ വരാതെ കണ്ട് സൂക്ഷിക്കണം. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻ വൽ അംവാത് യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബൻ നാർ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.